ഹായ്, നിങ്ങളെല്ലാവരും വന്ന് എന്നോട് ചോദിച്ചിരുന്നേ ആ മുടിയുടെയും നഖത്തിൻ്റെയും കാര്യത്തിന് വേണ്ടിയിട്ട് ചേട്ടായിയുടെ കോണ്ടാക്ട് നമ്പർ തരണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞു ചേട്ടായിയുടെ കോണ്ടാക്ട് നമ്പർ തരാനായിട്ട്. നിങ്ങളുടെ കഷ്ടകാലമാണോ പുള്ളിക്ക് എന്തെങ്കിലും കഷ്ടകാലമാണോ എന്നൊന്നും അറിയത്തില്ല. ആദ്യമേ ആ നമ്പർ തരാനായിട്ട് തുടങ്ങിയപ്പോഴാണ് പുള്ളിയുടെ വൈഫിൻ്റെ അമ്മ മരിച്ചിട്ട് അതിൻ്റെ പെലയും കാര്യങ്ങളും അതിൻ്റെ തിരക്കിലും. കാരണം പുള്ളിയുടെ വൈഫ് ഹൗസിൽ അവർ 2 പെമ്മക്കൾ മാത്രമേ ഉള്ളൂ. അതിലെ മൂത്തയാളാണ് പുള്ളി. അപ്പം പുള്ളിയാണ് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പുള്ളി ഒരാഴ്ച മുമ്പ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളീനെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ചേട്ടായി പറഞ്ഞു, ഓക്കെ മോളെ, നീ അത്രമേ അത്യാവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് നമ്പർ കൊടുത്തു, ഞാൻ ഫോണിൽ കൂടെ അവർക്ക് വിവരം പറഞ്ഞു കൊടുത്തോളാവെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു വിളിച്ചത് രാവിലെ ആകട്ടെ വിളിച്ച് സംസാരിച്ച്. അത് കഴിയുമ്പോൾ അറിയുന്നു ഒരു 5:30 ആയപ്പം പുള്ളിക്ക് അറ്റാക്കായിട്ട് തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന് പറഞ്ഞു. ഇപ്പോഴും പുള്ളി ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടിട്ടില്ല. ചില സീരിയസ് ആയി പോയായിരുന്നു കാര്യങ്ങൾ. അതുകൊണ്ടാണ് പുള്ളിയുടെ കോണ്ടാക്ട് നമ്പർ തരാത്തത് കേട്ടോ. ഞാൻ അല്ലാതെ ഒരു ഒഴിവുകഴിവോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയുന്നതല്ല. നിങ്ങൾക്ക് നേരിട്ട് കാണണം എന്നുണ്ടെങ്കിൽ തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ പോയാൽ ചേട്ടായിനെ കാണാൻ പറ്റും. കറക്റ്റായിട്ട് ഞാൻ റൂം നമ്പറും ഒക്കെ പറയാം. 126-ലാണ് പുള്ളി കിടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഓർക്കും എനിക്ക് തരാൻ കഴിയല്ലാഞ്ഞിട്ട് ഞാൻ ഓരോരോ മുടക്കങ്ങളും ഒഴിവുകളും പറയുന്നതാണെന്ന്. ഒരിക്കലും അല്ല കേട്ടോ. നിങ്ങൾക്ക് സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ തൊടുപുഴ 126-ാമത്തെയാണ് റൂം നമ്പർ. നിങ്ങൾക്ക് വേണേൽ പോകാൻ കാണാം. പുള്ളിക്ക് ഫോണിൽ കൂടെ സംസാരിക്കാനൊന്നും പറ്റാത്ത സ്റ്റേജാണ്. അതുകൊണ്ട് കുറച്ചും കൂടി ഒരു താമസം വരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്നെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം. ഇനി അധികം ദിവസമൊന്നുമില്ല നമ്മുടെ ആണ്ടുപിറവിക്ക്, അതായത് ചിങ്ങമാസം 1-ാം തീയതി. അപ്പോൾ ചിങ്ങമാസം 1 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സമ്പത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെയും എല്ലാമായ എന്ന് വെച്ചാൽ കേരളത്തിലല്ല എല്ലാ മലയാളികളുടെ ഉണ്ടോ അവിടെ എല്ലാം കൊണ്ടാടുന്ന ഒരു വിശേഷമാണ് നമ്മുടെ ഓണം. അപ്പം നമുക്ക് കടങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നല്ലൊരു തുടക്കമാക്കാം നമുക്ക് ഈ വർഷം കേട്ടോ. അപ്പം ഈ 1-ാം തീയതി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട്. നമ്മൾ ഒരാണ്ട് പോയി ഒരാണ്ട് വരുന്നതാണ് ഹിന്ദുക്കളുടെ രീതി വെച്ച്. ക്രിസ്ത്യൻസോ മറ്റുള്ള സമുദായത്തിൽപ്പെട്ടവരെല്ലാവരും ജനുവരിയാണ് അവർ ആണ്ടുപിറവിയായിട്ട് കണക്ക് കൂട്ടുന്നത്. അപ്പം നമ്മൾ ചിങ്ങം 1-ആയി എടുക്കുന്നത്. അപ്പോൾ ഈ ചിങ്ങം 1-ാം തീയതി നമ്മൾ നേരത്തെ തന്നെ എല്ലായിടവും ശുദ്ധവൃത്തിയാക്കണം. പഴുതുണി ഉണ്ടെങ്കിൽ കത്തിച്ച് കളയാന്ന് വെച്ചാൽ നല്ല പഴുതുണി ഉണ്ടെങ്കിൽ നമ്മൾ കഴുകി മടക്കി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഉപയോഗിക്കാണ്ട് എടുത്ത് വയ്ക്കും. നമുക്ക് വേണ്ടാത്തത് കത്തിച്ച് കളയും. അതുപോലെ തന്നെ കുറ്റിച്ചൂല് നമ്മൾ മാറ്റും. പെരയടിക്കുന്ന ചൂല് പോയതാണെങ്കിൽ നമ്മൾ അത് മാറ്റും. അല്ലെങ്കിൽ ചൂല് കഴുകി റെഡിയാക്കി നമ്മൾ ഉണങ്ങിയെടുക്കും. പിന്നെ വീടും പരിസരവും എല്ലാം നമ്മൾ വൃത്തിയാക്കും. പുതിയൊരാണ്ടിനെ വരവേൽക്കുകയാണ്. എല്ലാ പാഴ്വസ്തുക്കളും കളഞ്ഞിട്ട് നമ്മൾ പുതിയൊരാണ്ടിനെ വരവേൽക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ കുറേ മുന്നൊരുക്കങ്ങളും എല്ലാം നടത്തും. ആണ്ടുപിറവി 1-ാം തീയതി തലേ ദിവസമേ നമ്മൾ ഇറച്ചിയോ മീനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ മാറ്റും. എന്നിട്ട് അതെല്ലാം നമ്മൾ തേച്ച് കഴുകി പിറക്കി നമ്മൾ അമ്പലത്തിൽ പോയി പുണ്യാകം മേടിച്ചുകൊണ്ട് തളിക്കുന്നവരാണെങ്കിൽ തളിക്കും. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ കേട്ടോ, എന്നാന്ന് വെച്ചാൽ ചെയ്യാവേ. പക്ഷേങ്കിൽ ഈ 1-ാം തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1-ാം തീയതി നമ്മൾ ചിലരെ വീട്ടിൽ കയറ്റും. 1-ാം തീയതി വന്ന് കയറണമെന്നും പറഞ്ഞുകൊണ്ട്. ഇതേ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള ആളാണ് അശോമ വന്ന് എല്ലാ 1-ാം തീയതി, അതായത് ഈ ചിങ്ങമാസം 1 മേടമാസത്തിലെ 1, അതായത് മേട 1-നും എന്നെ വിളിച്ച് കയറ്റിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപയും മേടിച്ച് അല്ലെങ്കിൽ ഒരു പൊടി സ്വർണവും മേടിച്ച് അശോമയുടെ പൂജാമുറിയിൽ വെക്കും. അത് എൻ്റെ കൈ നീട്ടും. ഞാൻ 1-ാം തീയതി കയറുന്നു. വളരെ നല്ലതാന്ന് പറഞ്ഞു. കാരണം എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെയാണ്. അപ്പോൾ അവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ. എന്ന് പറഞ്ഞത് പോണക്ക് 1-ാം തീയതി കയറുന്നതും 1-ാം തീയതി കൈനീട്ടവും വിശ്വാസമുള്ളവർ ഒരുപാട് പേരുണ്ട്. അതിൻ്റെ അകത്ത് ഈ 1-ാം തീയതിയിലെ സ്പെഷ്യൽ നാളുകാരുണ്ട് 5 പേര്. ഈ 5 പേര് നമ്മൾ വിളിച്ച് കയറ്റുന്നത് പോണക്കല്ല, യാദൃശ്യമായിട്ട് വന്ന് കയറുന്നത്. ഈ യാദൃശ്യമായിട്ട് വന്ന് കയറുന്നതാണ് ഏറ്റവും നല്ലത്. അതിലെ 5 നാളാണ് ചതയം, പുണർദം, പൂരൂരുട്ടാതി, ചിത്തിര, ചോതി. ഈ നാളുകാരുണ്ടല്ലോ, പറയാതെ വന്ന് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ശുക്രദശയാ. ഒരു ലോട്ടറി എടുത്താൽ പോലും അടിക്കുന്ന അത്രയ്ക്ക് ഭാഗ്യമുള്ളവരാണ് ഈ പ്രാവശ്യം ഈ 5 നാളുകാർ. ഇവർ 1-ാം തീയതി കയറുക. ഇവരുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ 1 രൂപയെങ്കിലും കൈനീട്ടം കിട്ടുക. അത് നമ്മുടെ പൂജാമുറിയിൽ വെക്കുക. അതുണ്ടല്ലോ നമുക്ക് അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കടങ്ങളും ഭാരങ്ങളും മാറും. അതിനേക്കാൾ
ഒക്കെ ഉപരി നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകും. അല്ലെങ്കിൽ ചിലർ പറയല്ലേ, അയ്യോ അവർ വന്ന് 1-ാം തീയതി കയറിയിട്ട് എൻ്റെ കുടുംബത്തിൽ ഭയങ്കര തമ്മിത്തല്ലും ബഹളവും പ്രശ്നം. ഒരു ദിവസം പോലും പ്രശ്നമില്ലാത്ത ഒരു ദിവസമില്ല. അടുത്ത 1-ാം തീയതി കയറാൻ ഇടവരാതെ പൊക്കോട്ടെ അവരെ, നമ്മളിങ്ങനെയൊക്കെ പറയുമല്ലോ. പക്ഷെങ്കിൽ 1-ാം തീയതി ഫലം നോക്കുന്നവർക്ക് 1-ാം തീയതി ഫലം കറക്റ്റാണ്. ചിലർ പറയും ചിലരെ കണ്ടിട്ട് പോയാൽ ആ വഴി പോയിട്ട് കാര്യമില്ല, അടിച്ചു കൊന്ന് കളഞ്ഞ 7 ദിവസം പഴക്കമായ പാമ്പ് വരെയുണ്ടല്ലോ ഏറ്റു വന്ന് കുത്തും. ചിലരെ കണ്ടിട്ട് പോയായിരുന്നു, ചിലരെ കണി കാണാനേ കൂടെ. ചിലർ പറയും അയ്യോ ദൈവമേ ഇന്നയാളെ കണി കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നാ നല്ലതാ ദൈവമേ, ഞാൻ നടക്കുമെന്ന് ഓർത്തുകൊണ്ട് പോയ കാര്യമല്ല, പക്ഷേ അത് സിമ്പിളായിട്ട് എനിക്ക് നടന്നു കിട്ടിയെന്ന് പറയും. അതുപോലെ തന്നെയാണ് നമ്മൾ 1-ാം തീയതി നമ്മുടെ വീട്ടിൽ യാദൃശ്യമായിട്ട് വന്ന് കയറുക. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരാമേ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ആർക്കും നമ്മുടെ കൈനീട്ടം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. 1-ാം തീയതി എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും പൊക്കോണ്ടിരിക്കും. കാശായാലും സ്വർണമായാലും നമുക്ക് ഒരഭിവൃദ്ധി ഉണ്ടാകത്തില്ല. നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറിയാണ് നമ്മളിത് കൊടുക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഈ ഫലം എന്ന് പറഞ്ഞാൽ 10 മണിക്ക് ശേഷം കൊടുത്തോളൂ. അതാണ് 1-ാം തീയതി ഫലമായിട്ട് നമ്മൾ കൊടുക്കാനിരിക്കുന്നവർക്ക് കൊടുത്തോളൂ, അവർക്ക് ഫലം കണ്ടോളൂ. നമ്മൾ 10 മണി വരെ നമ്മൾ ആർക്കും ഒരു കൈനീട്ടം കൊടുക്കാനായിട്ട് നിൽക്കണ്ട. കാരണം 12 മണി വരെ ഉണ്ട് കേട്ടോ 1-ാം തീയതി ഫലം. ചിലർ പറയും 10 മണി വരെ ഉള്ളൂ, അല്ല, 1-ാം തീയതി ഫലം 12 മണി വരെ ഉണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കാശോ സ്വർണമോ 10 മണിക്ക് ശേഷം കൊടുത്തു നമുക്ക് ദോഷമൊന്നും വരത്തില്ല കേട്ടോ. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ. ചിലർ പറയും ഇന്നയാൾ വന്ന് കയറിയിട്ട് ഇവിടെ രോഗവും ദുരിതവും കടവും എല്ലാം കയറി മുടിഞ്ഞു കിടക്കുമെന്ന് പറയും. പക്ഷേ എങ്ങോട്ടല്ല, ഇപ്പം ഞാൻ ഈ പറഞ്ഞ 5 നാളുകാരെ അതിലേറ്റവും മികച്ച് നിൽക്കുന്നതാണ് ചിത്തിര നാള്. ചിത്തിര നാളുകാരെ കണ്ടിട്ട് പോകുക. അതുപോലെ തന്നെ ചിത്തിര നാളുകാരെ വിളിച്ച് 1-ാം തീയതി അവർ വന്ന് യാദൃശ്യമായിട്ട് കയറി. ഇപ്പം യാദൃശ്യമായിട്ട് കയറാനില്ലേ പോലും നമ്മൾ വിളിച്ചെങ്കിലും കയറ്റിക്കോണം ചിത്തിര നാൾ. അതുപോലെ തന്നെ അവരുടെ കൈനീട്ടവും അവരെ കണി കാണാനും ശ്രമിച്ചോണം കേട്ടോ. പിന്നെ ബാക്കി 4 നാളുകാരെ ഞാൻ പറഞ്ഞല്ലോ, ചോതി പറഞ്ഞു, പുണർതം പറഞ്ഞു, പൂരുരുട്ടാതി പറഞ്ഞു, ചതയം പറഞ്ഞു. ഈ 4 കാര്യം സൂപ്പറാകട്ടോ. ഈ ചിങ്ങമാസം 1-ാം തീയതി തൊട്ട് ഈ നാളുകാർക്കാണ് ശുക്രദശ വരുന്നത്. ഇവരിയ്ക്കുന്ന കുടുംബത്തുണ്ടല്ലോ അടിക്കടി ഉയർച്ച ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത ധനം ഇവർക്ക് വന്നു ചേരും. അവരിയ്ക്കുന്ന കുടുംബത്തിൽ നമ്മളിരുന്നാലും നമുക്കും അതിൻ്റെ ഗുണഫലം ഉണ്ടാകും. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ 1-ാം തീയതിയും നമ്മൾ വൃത്തിയും വെടുപ്പുമായിട്ട് വേണം നമ്മുടെ ഈ ചിങ്ങമാസം 1-ാം തീയതി നമ്മൾ വരവേൽക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ. ഓക്കേ.